ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ എന്നോട് എൻ്റെ 1-2 ഫ്രണ്ട്സൊക്കെ തന്നിരുന്നൊരു അഡ്വൈസാണ്. പക്ഷെ അന്ന് ഞാനത് വലിയ കാര്യമാക്കി എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് ഡെലിവറീൻ്റെ ടൈമിൽ എന്തോ ആയിക്കോട്ടെ, നോർമൽ വെജൈനൽ ഡെലിവറിയോ അല്ലെങ്കിൽ സി സെക്ഷനോ, ബോത്ത് ആർ ഫൈൻ, അങ്ങനെ അതിന് രണ്ടിനും വേണ്ടിയിട്ട് പ്രിപ്പയർ ആവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐ വാസ് ലൈക്ക്, ഞാനൊരുപാട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, ക്യാറ്റ് ആൻഡ് കൗ, ബട്ടർഫ്ലൈ പോസ്, സ്ക്വാറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം നമ്മൾ ഒരു ക്യൂറേറ്റഡ് ആയിട്ടുള്ള എല്ലാ സെറ്റപ്പും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ വാസ് ലൈക്ക്, എനിക്ക് ഡെഫിനറ്റ്ലി നോർമൽ ഡെലിവറി ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ രണ്ടും പ്രിപ്പയർ ചെയ്യാനുള്ള ആ സംഭവം ഞാൻ മൈൻഡിൽ എത്തുകയില്ല. ആൻഡ് അങ്ങനെ ഡെലിവറീൻ്റെ ടൈം എത്തി, അഡ്മിറ്റായി. ആൻഡ് ഗസ് വാട്ട്, എനിക്ക് സി സെക്ഷൻ ആയിരുന്നു. ആ ടൈം അതുകൊണ്ട് കേട്ട ടൈമിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ കണ്ടിന്യൂസ്ലി കരച്ചിൽ തുടങ്ങി. സി സെക്ഷൻ്റെ മുന്നേ തന്നെ ഒ ടി ടേബിൾക്ക് കൊണ്ടുപോകുന്നവരെ ഞാൻ കരയായിരുന്നു. എൻ്റെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്തിനാ കരയുന്നത് ചോദിച്ചിട്ട് കണ്ണിങ്ങനെ തുറക്കുന്നുണ്ട്. പക്ഷെ ഞാനെന്തോ എവിടെയൊക്കെ തോറ്റുപോയ പോലെ അങ്ങനത്തെ ഒരു ഫീലിലായിരുന്നു. സി സെക്ഷൻ കഴിഞ്ഞു, ബേബീനെ കാണിച്ചു തന്നു. അപ്പോഴും സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എവിടെയോ എനിക്കൊരു അപകർഷതാബോധം അന്ന് തോന്നി തുടങ്ങിയിരുന്നു. ഇന്നത് മാറാൻ കുറേ മാസങ്ങളെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നും അറിയില്ല. ഇങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ എല്ലാ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരും ഒരു കുഞ്ഞ് അഡ്വൈസ്, എന്തായാലും കുഴപ്പമില്ല, അമ്മയും കുട്ടിയും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി. സി സെക്ഷൻ ആയിക്കോട്ടെ, നോർമൽ ആയിക്കോട്ടെ, നോ പ്രോബ്ലം.